അങ്ങനെ പഴയ കാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാട്ടവോട്ട് പറയുന്നത് നമ്മുടെ ഗതികേടാണ്. അതിന് ഇരട്ടത്താപ്പെന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയൽ നമ്മുടെ ഗതികേടാണ്. പോട്ടെ, സാധാരണ വോട്ടർമാരെ നിങ്ങളുടെ ബോധ്യങ്ങൾ ആർത്ഥത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ലായിരിക്കാം. പക്ഷെ കെ സുധാകരനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയണം, പറയണം. ഇല്ലല്ല, അങ്ങനല്ല, പറയാൻ കഴിയില്ലെന്നല്ല പറയേണ്ടത്, അവരോട് പറയണം. അവർ നിങ്ങളുടെ പാർട്ടി അണികളാണ്. രാജു പി നായർ ഇവിടെ എല്ലാ ബൈ ഇലക്ഷനും ജയിച്ച് തദ്ദേശത്തിലേക്കും നിയമസഭയിലേക്കും വളരെ കോൺഫിഡൻ്റായി മുന്നോട്ട് പോകുന്ന കാലത്താണ് നിങ്ങൾക്ക് മുകളിലേക്ക് കശരിവാദം പോലെ ഈ രാഹുൽ മാങ്കൂട്ടം ബോംബ് വന്ന് പതിക്കുന്നത്. നിങ്ങൾക്ക് നേരത്തെ അറിയാത്ത കാര്യമൊന്നുമല്ല, പക്ഷേ അത് കേസായി ആരോപണമായി പുറത്തു വരുന്നു. സസ്പെൻഷൻ നിങ്ങൾ എടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങൾക്കിടയിൽ രാഹുലിനെ തള്ളണോ കൊള്ളണോ എന്ന കൺഫ്യൂഷൻ എവിഡൻ്റ് ആയിരുന്നു അപ്പോഴും ഇപ്പോഴും. ഇന്നത്തെ വീക്ഷണം ദിനപത്രത്തിൽ എഡിറ്റോറിയൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഉദാഹരണമാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്താണ് മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമുടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യം. വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കടക്കാം, അല്ലെങ്കിൽ 10 തകർത്ത് കൊല്ലുക. അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക എന്ന രാഹുൽ കൊടുക്കുന്ന ആഹ്വാനമാണ് ഇന്നത്തെ പാർട്ടി പത്രത്തിന്റെ മുഖപ്രസംഗം. രാജു പി നായർ, ഇനിയും നിങ്ങൾക്ക് രാഹുലിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആണോ? ആ കൺഫ്യൂഷൻ നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന ബോധ്യമുണ്ടോ പാർട്ടിക്ക്? രാജു പി നായർ, ഹാഷ്മി, മാധ്യമങ്ങളുടെ ഈ വിഷയത്തിലുള്ള പ്രതിസന്ധി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ആരോപണം ഉന്നയിച്ചു കഴിയുമ്പോൾ എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയോ FIR പോലും ഇല്ലാതിരിക്കുമ്പോൾ, ആരോപണ വിധേയൻ്റെ പേര് പോലും ആ പരാതിയിൽ പറയാതിരിക്കുമ്പോൾ, സ്വയം പാർട്ടിക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നടപടിയെടുത്ത ഒരു പാർട്ടിയെ നിങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല ധാർമ്മികമായ നിലപാട് അതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചർച്ചകൾ നടത്താൻ പറ്റില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തായി, പാർട്ടിയുടെ എല്ലാ രക്ഷാകർത്തൃത്വവും അവസാനിച്ചു. പിന്നെ നിങ്ങൾക്ക് ചോദ്യം രാഹുലിനോടാണ്. നിങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യം മുഴുവൻ രാഹുൽ മറുപടി പറയേണ്ട ചോദ്യങ്ങളാണ്. പക്ഷെ രാഹുൽ വന്ന് മറുപടി പറയാനില്ലാത്തപ്പോഴും, രാഹുലിന് അത്തരത്തിൽ മറ്റാരും വന്ന് മറുപടി പറയാനില്ലാത്തപ്പോഴും നിങ്ങൾക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിനെ ആരോപിച്ചേ മതിയാവൂ. അത് നിങ്ങളുടെ പ്രതിസന്ധിയാണ്, മറ്റു മാർഗമില്ല. കാരണം നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ചാണ് ചോദ്യം. രാജു പി നായർ, ഇവിടെ ശരി സസ്പെൻഷൻ എടുത്തു എന്ന് പറയുമ്പോഴും നിങ്ങളുടെ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങൾ നമ്മൾ കണ്ടില്ലേ? ശബ്ദം AI ആണെന്നുള്ള ആരോപണം ഉന്നയിക്കുന്നത് അടൂർ പ്രകാശ് MP ആയിരുന്നില്ലേ? ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ കെ സുധാകരനെ ചേർത്ത് പിടിക്കുന്ന പ്രതികരണം കണ്ടില്ലേ? രാജു പി നായർ, പാർട്ടി മുഖപത്രത്തിന്റെ മുഖപ്രസംഗം എന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടാണ് അല്ലേ? അതാണ് എന്റെ ചോദ്യം. അശ്മി, ഞങ്ങളുടെ പാർട്ടി, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങളിപ്പോൾ 2-3 അഭിപ്രായം പറഞ്ഞല്ലോ, അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇതൊന്നുമല്ല. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള സ്വരം തന്നെയായിരുന്നു ഉമാ തോമസിന്റെ, ദീപ്തി മേരി വർഗീസിന്റെ, ഷാനിമോൾ ഉസ്മാന്റെ, അതുപോലെ തന്നെ സജ്ജന ഷാജി, ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായ സജ്ജന ഷാജി ഉൾപ്പെടെ ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള അഭിപ്രായമായിരുന്നു. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു വിഷയം വന്നാൽ ഒരു പക്ഷേ 2 അഭിപ്രായം ഉണ്ടാവും. അത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറെ കൂടി ജനാധിപത്യപരമായിട്ട് എഴുതാൻ പാർട്ടിക്ക് നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലും ഞങ്ങൾക്കുണ്ട്. മറിച്ച് ഞാൻ ചോദിക്കട്ടെ, PK ശശിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഒരു മനുഷ്യൻ, ഒരൊറ്റ ഒരാൾ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്ന് പറയാനുള്ള നട്ടലുണ്ടായോ? ആർജവും ഉണ്ടായോ? ഇല്ലല്ലോ. പകരം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് ഉൾപ്പെടെ ഈ തീവ്രത അളക്കുന്ന മെഷീനായിട്ട് ഇറങ്ങി നടക്കുന്നതല്ലേ നിങ്ങൾ കണ്ടത്? നമ്മുടെ ഒപ്പം ചർച്ചയ്ക്ക് ഹാഷ്മി തൃശ്ശൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരനുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്? അങ്ങേക്കും എനിക്കും അറിയാം, ഒരു സ്ത്രീയുടെ പരാതിയിൽ നിന്നാണെന്ന്. ആ പരാതി പാർട്ടി നടപടിയെടുത്തു, പോലീസിലേക്ക് കൈമാറാനുള്ള ധാർമ്മിക ബലം ഇവർക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെ എത്ര കേസുകൾ എനിക്ക് പറയാം. P ശശിയുടെ കേസ് എന്താ ഇല്ലേ? അപ്പോൾ ഞാൻ ഒരിക്കലും വാട്ടർ ബോട്ടറിലേക്ക് പോകുന്ന ആളല്ല, ഹാഷ്മിക്ക് അറിയാം. പക്ഷേ ഞാൻ ഇന്ന് CPM-നോട് ചോദിക്കുന്നത്, ഞങ്ങൾ നടപടിയെടുത്തതിന്റെ ധാർമ്മിക ബലത്തിൽ നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ആ നടപടിയെടുത്തതിന്റെ ധാർമ്മിക ബലത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ പാർട്ടിക്കകത്ത് വിഭിന്ന അഭിപ്രായമുണ്ടെന്ന് അങ്ങ് പറയുമ്പോഴും പാർട്ടിയുടെ നയം വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏതൊരാളാണെങ്കിലും ശരി, അയാൾ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള, അയാളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവാം. ആ സൗഹൃദങ്ങളൊക്കെ നാളെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഇല്ലാതിരിക്കണം. ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷേ കോൺഗ്രസ്സുകാർ പാലക്കാട് കാണുന്നു എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. കേരളത്തിന്റെ മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? ശിവൻകുട്ടി അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല, അദ്ദേഹത്തിനൊരു കേസില്ല, പിന്നെ ഞാൻ എങ്ങനെ മാറ്റി നിർത്തും എന്ന് ചോദിക്കുന്ന കൺഫ്യൂഷൻ ഞങ്ങളിലല്ല, ഇന്ന് CPM-ലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ തടയാൻ നടന്ന CPM-കാർക്ക് തടയാൻ പറ്റാതെ പോയതും ശിവൻകുട്ടി അദ്ദേഹത്തെ തന്നെ ന്യായീകരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ കഴിഞ്ഞു, ഈ ആളെ നിയമത്തിന്റെ മുന്നിലേക്ക് വിടുകയാണ്. ഞങ്ങളുടെ യാതൊരു രക്ഷാകർത്തൃത്വവും ഇല്ല, ഞങ്ങളൊരു പൊളിറ്റിക്കൽ കോൺസ്പിറസി ഞങ്ങൾ പറയുന്നില്ല. ഇത് മറ്റു വിഷയങ്ങൾ പോലെ ഇത് മറ്റു വിഷയങ്ങൾ പോലെ 2 നിലപാട് ഉണ്ടാവേണ്ട ഒരു വിഷയമല്ല. ഇത് എവിഡൻ്റായി ഒരു പെൺകുട്ടിയോട് ഒരു യുവ നേതാവ് കാണിച്ചുകൂടാത്ത അധാർമിക പണി, അതിന് നിയമവശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് കോടതിയിൽ ജയിക്കുവോ തോക്കുവോ, ഈ പറയുന്ന ശാസ്ത്രമംഗലം അജിത്തിന്റെ കൂർമ്മബുദ്ധി അതൊക്കെ അവിടെ നിൽക്കട്ടെ.
ഇത് വളരെ എവിഡൻ്റായി എല്ലാവർക്കും ബോധ്യപ്പെട്ട, എല്ലാവരെക്കാളും പാർട്ടിയുടെ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാവിനടക്കം കൂടുതൽ ബോധ്യപ്പെട്ട കാര്യമാണ്. അതിൽ രണ്ട് നിലപാട് വരേണ്ട കാര്യമില്ല, ഒരു നിലപാട് മതി. നിങ്ങൾ മുകേഷ് അടക്കം വാട്ടർ ബോട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. രാജു പി നായർ, ഇതിൽ പ്രതിപക്ഷ നേതാവിനും താങ്കൾക്കും അടക്കമുള്ള ബോധ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തത്? നിങ്ങളുടെ അണികളെ പറ്റി പോട്ടെ, നിങ്ങളുടെ നേതാക്കൾ കെ സുധാകരൻ അടക്കം, അടൂർ പ്രകാശ് അടക്കം, ആ നേതാക്കളെ പോലും വി ഡി സതീശന്റെ ബോധ്യം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പരാജയമല്ലേ അത്? ഹാഷ്മി, വാട്ട് അബൌട്ട് റിപ്പോർട്ട്, ഞാൻ അത്തരത്തിലുള്ള ആരോപണം, ഞാൻ എന്താ പറയുന്നത്, ഞങ്ങൾ നടപടിയെടുക്കാതിരിക്കാനുള്ള ന്യായീകരണമാണ് വാട്ട് അബൌട്ടറി അല്ലേ? ഞങ്ങൾ നടപടി എടുക്കാതിരിക്കാനുള്ള ന്യായീകരണമാണ് വാട്ട് അബൌട്ടറി. ഞങ്ങൾ നടപടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കുന്നത്, ഞങ്ങൾ ധാർമ്മികമായിട്ടുള്ള നിലപാടെടുത്തു വെച്ചുകൊണ്ട് ഞങ്ങൾ മാതൃക കാണിച്ചു, നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഹാഷ്മിക്ക് ഓർമ്മയില്ലേ, ഈ മുകേഷിനെതിരെ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ അഭിമുഖത്തിൽ ആ മുകേഷിന്റെ ആദ്യത്തെ ഭാര്യ വന്ന് ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ മുകേഷിനല്ലേ 2016 ഇവർ സീറ്റ് കൊടുത്തത്? 2021 മുമ്പായിട്ട് വീണ്ടും ആ ആരോപണം ഉണ്ടായല്ലോ. മറ്റു പരാതി 2018 മീറ്റുവിന്റെ ഭാഗമായിട്ടുണ്ടായല്ലോ. ആ മുകേഷിന് വീണ്ടും അവർ സീറ്റ് കൊടുത്തില്ലേ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പുതിയ പരാതി വരുന്നു, പോലീസ് അറസ്റ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ടായത്. എന്നിട്ട് 2024 വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചില്ലേ? ഞങ്ങൾ ഒരു MLA ആയിട്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ മറ്റു വശങ്ങൾ മാറി നിൽക്കട്ടെ, പക്ഷെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോലെ ഒരു പ്രോമിസിംഗ് ഫേസിനെ ഞങ്ങൾ ഒരു ന്യായീകരണവും പറയാതെ ഞങ്ങൾ നടപടിയെടുത്തു. എന്ന ആരോപണം ഉന്നയിക്കുന്ന അന്ന് ഈ പേര് പോലും പറയാതിരുന്നിട്ടും 24 മണിക്കൂറിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി 3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് ഞങ്ങൾ മാറ്റി നിർത്തി ഇല്ലേ? എന്നിട്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ വാട്ട് അബൌട്ടറി അല്ല, ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുകയാണ്. CPM-ന്റെ ഇരട്ടത്താപ്പ് ഞങ്ങൾ തുറന്നു കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ മിനിറ്റ് കൂടി ഞാൻ പറഞ്ഞത്. അപ്പോ അത്തരത്തിലുള്ള നടപടി എടുത്തിട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ CPM-ന് കഴിയുന്നില്ല. ഇന്ന് കൺഫ്യൂഷൻ എവിടെയാ ഹാഷ്മി? EP ജയരാജൻ പറയുകയാണ്, മുകേഷ് സിനിമയിലല്ലേ, സിനിമയിൽ ബലാത്സംഗ സീനിനെ കുറിച്ചല്ലല്ലോ പരാതി വന്നത്. മുകേഷ് അഭിനയിച്ച ഏതെങ്കിലും സിനിമയിൽ ബലാത്സംഗ സീനാണോ പരാതിക്ക് ആധാരം? അല്ലല്ലോ. മുകേഷ് ആദ്യമായി അത് കേസോട് അത് വന്നിട്ടില്ല. മറ്റൊരാൾ കൊടുത്ത പരാതി ഉൾപ്പെടെ ഈ സർക്കാരിന്റെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസല്ലേ? അപ്പൊ ഞങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? ഇനി P ശശി നോക്കൂ, കാസർഗോഡ് MLA-യുടെ മകൾ അവസാനം ആ കാസർഗോഡ് MLA മരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? എന്റെ ജീവിതം നശിപ്പിച്ചത് ഈ പാർട്ടിയാണെന്നാ പറഞ്ഞത് അല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതം പോലും തകർക്കുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇന്ന് അയാൾ എവിടെ ഇരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുകയാണ്. മനസ്സിലായില്ലേ? PK ശശിക്കെതിരെ ഇപ്പൊ കാലുവെട്ടം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? ഈ പാർട്ടിക്കെതിരെ വന്നുകൊണ്ട് അല്ലെങ്കിൽ വിഭാഗീയത കൊണ്ട്. പക്ഷെ ഇയാൾ പെണ്ണിനെ കയറി പിടിച്ചപ്പോ, ആ DYFIയുടെ യുവതി പരാതി കൊടുത്തപ്പോ ആ പരാതി മുക്കിയവരാണ് ഇവർ. പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാതെ പരാതി മുക്കിയവരാണ്. എന്നിട്ട് അയാളെ KTDCയുടെ ചെയർമാനായിട്ട് അങ്ങനെ പഴയ കാലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വാട്ടവോട്ട് പറയുന്നത് നമ്മുടെ ഗതികേടാണ്. പ്രമോഷൻ കൊടുക്കുന്ന പാർട്ടിയും CPM അതിന് ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയൽ നമ്മുടെ ഗതികേടാണ്. പോട്ടെ, രാജു പി നായർ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നുള്ള കാര്യം പോലീസിന് അറിയാത്തതാവില്ല. ഇപ്പൊ ചിലർ പറയുന്നത് ഇലക്ഷൻ തലേന്നത്തേക്ക് വേണ്ടി ആ അറസ്റ്റ് ചിലപ്പോൾ കാത്തുവെക്കുകയുമായിരിക്കാം പോലീസ്. അതൊക്കെ എന്താണ്, രാഷ്ട്രീയമായ ആയുധം കിട്ടുമ്പോൾ രാഷ്ട്രീയമായ ആയുധം ഉപയോഗിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ശരിയായ ധർമ്മം കൂടിയാണല്ലോ രാജു പി നായർ. ശരിയല്ലെങ്കിലും അത് രാജു പി നായർ, ബെയിൽ ആപ്ലിക്കേഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്, ദ റീസൺ ബിഹൈൻഡ് ദ പ്രസന്റ് കംപ്ലൈന്റ് ആൻഡ് ദ കോൺട്രവേഴ്സി ആർ ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് ഫേസിംഗ് എ പബ്ലിക് ഇലക്ഷൻ ഡ്യൂറിംഗ് ദിസ് ഇലക്ഷൻ ടൈം. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ഫേസിംഗ് സീരിയസ് അലിഗേഷൻ ഓൺ ദ ശബരിമല ഗോൾഡ് തെഫ്റ്റ് ആഫ്റ്റർ ദ അറസ്റ്റ് ഓഫ് എ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമാണ്. ഇത് CPM BJP ബാന്ധവത്തിന്റെ തെളിവാണ്. ഇവിടെ എന്താണ്, ഇന്ന ചാനൽ വർക്ക് ചെയ്യുന്ന ഇന്നയാളുടെ ഭാര്യയായ പരാതിക്കാരി അവരുടെ ടൂളായി നിന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഇവരെ അപമാനിക്കുകയാണെങ്കിൽ പക്ഷേ വക്കീൽ ബുദ്ധിയായിരിക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് തന്നെയാണ് രാജു പി നായർ, ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ എന്തെങ്കിലും കെണിയാവുന്ന കെണിയിൽ ഞങ്ങൾ വീഴില്ല എന്ന് പറയുന്നതും ഈ ബെയിലിൽ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒന്നല്ലേ രാജു പി നായർ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ബെയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറയേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസ് പാർട്ടിക്കില്ല. അത് പാർട്ടിയിൽ നിന്ന് പുറത്തായ അദ്ദേഹത്തിന്റെ രീതിക്കുള്ള നിയമ പോരാട്ടം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് പറയുന്നു അതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. ഇവിടെ എങ്ങനെയാണ് ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ട് ഞാൻ ഗൂഢാലോചന എന്നല്ല, രാഷ്ട്രീയ ശ്രമമായി മാറുന്നത്. ഗൂഢാലോചന എന്നുള്ള വാക്ക് ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങളും ആരും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഞാൻ എൻ്റെ ആദ്യത്തെ സെഗ്മെന്റിൽ പറഞ്ഞതിൽ ഒരു വാക്കെങ്കിലും ഇപ്പോൾ ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞു, അതുതന്നെ സനോജ് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ഇരുന്ന് ന്യായീകരിക്കാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ സെഗ്മെന്റിൽ ഞാൻ ഒരു വാക്ക് ഈ പറയുന്ന വ്യക്തിയെ അനുകൂലിച്ചോ അല്ലെങ്കിൽ ന്യായീകരിച്ചോ പറയുന്നെങ്കിൽ ഹാഷ്മി പിന്നീട് എന്നോട് എടുക്കുന്ന സമീപനം എന്തായിരിക്കും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം.
ഹാഷ്മി അതേസമയം ആദ്യത്തെ സെഗ്മെന്റ് സനോജിന്റെ അടുത്ത് ചോദിക്കേണ്ടി വന്നത് ഞാൻ പറഞ്ഞ പോലെ CPM-ന്റെ ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പാണ് പ്രശ്നം. അദ്ദേഹം പറയുകയാണ് മുകേഷിന്റെ കേസ് പോലെ അല്ല ഇത് കേസ്. ഇപ്പോൾ ഈ കേസ് ഞാൻ കേസിന്റെ മെറിറ്റിലേക്ക് ഒന്നും കിടക്കുന്നില്ല, പക്ഷേ അത് ഗർഭചിത്രത്തിന് ഗുളിക നൽകി എന്നുള്ളതാണല്ലോ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണം. മുകേഷിനെതിരെയുള്ള സരിതയുടെ ആരോപണം എന്തായിരുന്നു? ഒന്നാം ഭാര്യയുടെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ വയറ്റിൽ ചവിട്ടി എന്നാണ് പറഞ്ഞത്. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വയറ്റിൽ ചവിട്ടിയവന് CPM കൊടുത്ത റിവാർഡാണ് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം, 2021 സ്ഥാനാർത്ഥിത്വം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം, അല്ലേ? അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഞങ്ങൾ നിൽക്കുന്ന ധാർമ്മിക തലം CPM-ന് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള മറുപടികൾ പറയേണ്ടി വരുന്നത്. ഏത് ജയരാജൻ പറഞ്ഞ പോലെ അത് സിനിമയിലല്ലേ? സിനിമയിലെ ബലാത്സംഗ കേസല്ലായിരുന്നല്ലോ. ശ്രീ PR ശിവശങ്കരൻ പറഞ്ഞതിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ധാർമ്മിക രോഷത്തെയൊക്കെ ഞാൻ ഒരു സുഹൃത്തുന്ന രീതിയിൽ ഉൾക്കൊള്ളുന്നു. പക്ഷേ BJP-യുടെ നേതാവെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? ഈ രാജ്യത്ത് ലൈംഗിക ആക്രമണത്തിന്റെ പേരിൽ ഡൽഹിയിൽ തെരുവോരത്ത് സമരം ചെയ്ത നമ്മുടെ ചാമ്പ്യന്മാർ, ഇന്ത്യയുടെ അഭിമാനമായിരുന്ന പെൺകുട്ടികളെ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാരല്ലേ ഇറങ്ങിയെന്ന് അപമാനിച്ചത്? അല്ലേ? കേന്ദ്രമന്ത്രിമാർ ഇറങ്ങിയെന്ന് അഭിമാനിച്ചില്ലേ? കത്വയിലുള്ളൊരു പെൺകുട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തിയവരല്ലേ? മരണപ്പെട്ടു പോയ പെൺകുട്ടിയെ കൊന്ന ആൾക്ക് വേണ്ടി പ്രകടനം ചെയ്തവരല്ലേ ഇവർ? ന്യായീകരിച്ചവരല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്തൊക്കെ PR ശിവശങ്കരൻ ചാനലിൽ ചർച്ചയ്ക്ക് വന്നിട്ട് എടുത്തു നോക്കൂ. ഇവർ പുറത്താക്കിയിട്ടാണോ സംസാരിച്ചത്? അല്ലല്ലോ, ഞങ്ങൾ നടപടി എടുത്തിട്ടാണ് സംസാരിച്ചത്. PK സനോജിന്റെ ധാർമ്മിക മൂല്യവും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്താ അറിയോ? വടകരയിൽ ഷാഫി പറമ്പിൽ ഒരു പോലീസുകാരൻ അവിടുത്തെ തർക്കത്തിനിടയിൽ പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാക്കിയപ്പോൾ പോലീസിനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും അതിന്റെ ഫലമായിട്ട് മൂക്കടിച്ച് പൊട്ടിക്കുകയും ചെയ്തതാണ് ഷാഫി പറമ്പിൽ. മനസ്സിലായില്ലേ? PK സനോജിന്റെ അന്നത്തേക്ക് ധാർമ്മിക രോഷം വളരെ വലുതാണ്. സംസ്ഥാനത്ത് പോലീസിനെതിരെ അക്രമം നടത്തുന്ന ആളെ എന്ത് ചെയ്യണം? സംസ്ഥാനത്തെ പോലീസിനെതിരെ ബോംബെറിഞ്ഞ കേസിൽ കോടതി 20 വർഷം ശിക്ഷിച്ച ആള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോവാ. ഇന്നലെ ഇതേ മഹാനോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അതൊന്നും വലിയ കേസല്ല എന്നുള്ളതാണ്. സർക്കാരിനെ പോലീസിനെ ഷാഫി പറമ്പിൽ തള്ളിയാൽ അത് നാടിൽ കലാപം ഉണ്ടാക്കുന്ന വലിയ കേസും ബോംബെറിഞ്ഞു കൊന്നതിന് 20 വർഷം ശിക്ഷിക്കപ്പെട്ടാൽ അതൊരു കേസ്. ഈ സനോജൊക്കെ ചെറുപ്പക്കാരനൊക്കെ ഇങ്ങനെയൊക്കെ ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളായി മാറാവോ? ഇത്ര ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളായി മാറാവോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ. ഞാൻ ഒറ്റ കാര്യം സനോജിനോട് ചോദിക്കട്ടെ, അങ്ങ് പരാതിയില്ലാത്തപ്പോൾ നടപടിയെടുത്ത പാർട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ നിങ്ങളുടെ 2 നേതാക്കന്മാർ ജയിലിലാണ്. 2 നേതാക്കന്മാർ നിങ്ങളുടെ ജയിലാണ്, ഇല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വാസു, അതുപോലെ തന്നെ ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വാസു, പിന്നീട് ദേവസ്വം കമ്മീഷണറും ആ ദേവസ്വം കമ്മീഷണർ ദേവസ്വം പ്രസിഡന്റുമായ വാസു, 2 മുൻ MLA-യും ഇന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാർ ഇരിക്കുക. നമ്മളെ സംബന്ധിച്ചോളം മറ്റെല്ലാ ആരോപണങ്ങൾക്കൊക്കെ ഹൈക്കോടതിയിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇടക്കാല ഉത്തരവുകൾ വായിച്ചാൽ വളരെ കൃത്യമായിട്ട് അന്വേഷണം തീർന്ന രീതിക്ക് ഫൈൻഡിങ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേസിൽ കിടക്കുന്ന ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ സംരക്ഷിക്കുകയാണ്, ഇല്ലേ? അവര് ഇപ്പോഴും കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. കുഞ്ഞനന്തനെ സുപ്രീം കോടതി ശിക്ഷിച്ചിട്ട് കുറ്റക്കാരല്ല എന്ന് പറയുന്നവരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിച്ചത് കൊണ്ടും ഇതൊന്നും കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ശബരിമലയും നിങ്ങൾ കാണിക്കുന്ന ജനവിരുദ്ധ നയങ്ങളും മാഞ്ഞുപോകില്ല. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇത് പോകാൻ പാടില്ല എന്നും ഈ സർക്കാരിന്റെ ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളും അഴിമതിയും കൊള്ളയും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളത് രാഷ്ട്രീയ വീക്ഷണവും കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്പോൾ തന്നെ എടുത്ത നടപടി ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാന്നേ. പിന്നെ ഒരു കാര്യം ഹാഷ്മി, ഈ ബോധ്യം ഉണ്ടാവുന്ന എങ്ങനെയാ? ഈ കാര്യങ്ങളെ കുറിച്ച് ആക്സസ് ഉള്ള ഇൻഫർമേഷൻ ആക്സസ് ഉള്ള നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നത്, ഇല്ലേ? അത് ചിലപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല. ഇന്നും അല്ല, ഓക്കെ രാജീവ് നായർ, ഞാൻ ആ പരിമിതി മനസ്സിലാക്കുന്നു. ഇല്ലല്ല, ഞാൻ ആ പരിമിതി മനസ്സിലാക്കുന്നു. സാധാരണ വോട്ടർമാരെ നിങ്ങളുടെ ബോധ്യങ്ങൾ ആർത്ഥത്തിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ലായിരിക്കാം. പക്ഷെ കെ സുധാകരനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയണം. അടൂർ പ്രകാശനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയണം. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ VK ശ്രീകണ്ഠനെ പറഞ്ഞു നിങ്ങൾക്ക് കഴിയണം. സാർ, നിങ്ങൾക്കുള്ള ബോധ്യം നിങ്ങളുടെ നേതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? എന്നാലല്ലേ അവർ ഈ പറയുന്ന ഉയർന്നു വരുന്ന ആരോപണങ്ങളുടെ ഒന്നല്ല പല ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുകയും രാഹുലിന് അനുകൂലമായി സംസാരിക്കാതിരിക്കുകയും ചെയ്യൂ. അതുണ്ടാകുന്ന കൺഫ്യൂഷൻ എത്രത്തോളം സാറേ നിങ്ങളുടെ പാർട്ടി മുഖപത്രം അടിച്ചോണ്ട് എഴുതിയേക്കാം. രാഹുലെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയട്ടെ ഹാഷ്മി, അടൂർ പ്രകാശ് പറഞ്ഞതിലോ അതുപോലെ തന്നെ VK ശ്രീകണ്ഠൻ പറഞ്ഞതിലോ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് CPM ഇരട്ടത്താപ്പോട് കൂടി ഉപയോഗിക്കുന്നുള്ള രാഷ്ട്രീയ ആരോപണം അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനും പറയുന്നത് തന്നെയാണ്. കെ സുധാകരൻ എന്ന് പറഞ്ഞു രാഹുൽ തെറ്റ് ചെയ്തു. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ഏൽക്കേണ്ട ശിക്ഷ ഏൽക്കണം, അത്രേ ഉള്ളൂ.
അത് അതിനെ ഒന്നും അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ഒരു 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 കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അനുകൂലിച്ചിട്ടില്ല. ഈ വിവരങ്ങൾ പുറത്തു വരട്ടെ, ഒരു കേസിലൂടെ വിവരങ്ങൾ പുറത്തു വരട്ടെ. ആ പുറത്തു വരുമ്പോൾ അവർ അംഗീകരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ 3 മാസത്തോളമായിട്ട് ഇവര് ഇതിന്റെ പുറകെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർക്ക് അന്വേഷണം ഒന്നും കണ്ടെത്താൻ പറ്റാഞ്ഞത്? ഇപ്പൊ പരാതി വന്നപ്പോൾ അതിന് മുഖമായി, പരാതി വന്നപ്പോൾ ആധികാരികതയായി. ആ ആധികാരികത വരുന്നതിന് മുമ്പ് നടപടിയെടുത്തത് ജനങ്ങൾക്ക് ഒരുപക്ഷെ പല ആൾക്കാരും ഞങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്, പാർട്ടിയിലുള്ളവരല്ല, നിഷ്പക്ഷരായിട്ടുള്ളവർ, നിങ്ങൾ എന്തിനാണ് ഒരു പരാതി പോലും ഇല്ലാതെ ഇത്തരത്തിൽ നടപടിയെടുക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് ഇതിന്റെ വിവരങ്ങളെ കുറിച്ചും ഞങ്ങളുടെ ബോധ്യങ്ങളെ കുറിച്ചും പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനല്ല, പറയാൻ കഴിയില്ലെന്നല്ല പറയുന്നത്. അവരോട് പറയണം. അവർ നിങ്ങളുടെ പാർട്ടി അണികളാണ്. ഈ പറയുന്ന ഗുരുതരാവസ്ഥ മനസ്സിലാക്കാതെ, ഇന്റൻസിറ്റി മനസ്സിലാക്കാതെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന പാവങ്ങളാണ്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇന്നതൊക്കെയാണ് പരാതികൾ, പാർട്ടിക്കകത്ത് കിട്ടിയ പരാതികൾ ഇന്നൊക്കെ ഉണ്ട്, അതിൽ ആരൊക്കെ ഉണ്ട് എന്ന് നിങ്ങളുടെ പാർട്ടികളോട് പറയണമെന്നേ. അതല്ല നിങ്ങളല്ല പിന്നെ ആരാ പറയാ? സനോജിന്റെ പാർട്ടി പറയുമോ? പി ആർ ശിവശങ്കറിന്റെ പാർട്ടി പറയുമോ? ഹാഷ്മി, നിയമത്തിന്റെ മുന്നിൽ, പാർട്ടിയുടെ മുമ്പിൽ എഴുതി തയ്യാറാക്കിയ പരാതി ഇല്ലാതെ ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. പറയാൻ കഴിയില്ല. ഹാഷ്മി എന്നെ വിളിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. എന്റെ കയ്യിൽ ഒരു പരാതി ഇല്ലാതെ ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ, നാളെ ഹാഷ്മി ഒന്ന് പുറത്തു പറഞ്ഞാൽ ഞാൻ കേസിൽ പ്രതിയല്ലേ? ഞാൻ ധാർമ്മികമായി ചെയ്യുന്നതാണോ? അയാൾക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം ഞാൻ അയാളെ കുറിച്ച് കുറ്റം പറയാമോ? ഹാഷ്മി അത് പറയുമോ? എന്നെ കുറിച്ച് ഒരു പരാതി ഹാഷ്മിയുടെ കയ്യിൽ അറിവിന്റെ ഇല്ലാതെ ഹാഷ്മി പറയോ? നിങ്ങൾ അയാളെ ഒരു പാർട്ടി കൊടുക്കാൻ ഏറ്റവും വലിയ ശിക്ഷ അയാൾക്കെതിരെ സ്വീകരിച്ചു. എന്താണ്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഷൻ. അതിന്റെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ആ ബോധ്യം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവാ? ഞങ്ങളത് സ്വീകരിക്കുമ്പോഴും അതിലെതിരഭിപ്രായമുള്ളപ്പോഴും ഞങ്ങളുടെ ധാർമ്മികമായി, ഞങ്ങളുടെ മുന്നിൽ ലഭിച്ച വിവരങ്ങൾ വെച്ച് ധാർമ്മികമായി എടുക്കുന്ന നിലപാട് അതെടുത്തവരാണ് ഞങ്ങൾ.